കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണകുമാറുമാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ നിങ്ങൾ ആദ്യ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് തെളിഞ്ഞു വരുന്നൊരു പശ്ചാത്തലമാണുള്ളത്. കാരണം ഈ അവർ ജീവനക്കാർ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വകമാറ്റിയെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന രീതിയോട് പൂർണ്ണമായും നമുക്ക് യോജിപ്പുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. നമ്മളത് ആദ്യം തൊട്ടേ പറയുന്നൊരു വിഷയമാണ്. ഇങ്ങനെയൊരു തിരിമറി നടന്നിരിക്കുന്നു, ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കാരണം അവർ തന്നെ പണം എടുത്തിരിക്കുന്നു അവർ പറയുന്നു. കാരണം ഞങ്ങളുടെ QR കോഡ് വഴി പണം എടുത്തിട്ട് അന്നന്ന് ദിയയ്ക്ക് കൊണ്ട് ക്യാഷാക്കി കൊടുക്കണം, എന്തോ ടാക്സ് വെട്ടിപ്പ്, ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അന്നേ നമ്മൾ പറയുന്നൊരു കാര്യത്തേ ഉള്ളൂ, അവർ പണം വാങ്ങിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും വിഡ്രോ ചെയ്ത് ക്യാഷാക്കിയല്ലേ തരാൻ പറ്റൂ. ക്യാഷാക്കണേ വിഡ്രോ ചെയ്യണം. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ വരും. പണം വാങ്ങിയതും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്നൊരു കേസുള്ളൂ. പക്ഷെ അത് മേ ബി അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായം കാണുമായിരിക്കും. കാരണം ഈ ഞങ്ങൾ കൊടുത്തത് ഒരു സാമ്പത്തിക കേസും അവർ കൊടുത്തത് ഈ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോലൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അന്നേരം അവർക്ക് അങ്ങനെ തോന്നിക്കാണ് ആദ്യം അവരുടെ കേസ് അന്വേഷിക്കാൻ. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. അതുകൊണ്ട് ഇപ്പം നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, ഒന്ന്, ഞങ്ങളുടെ കൂടെ നിന്ന കേരള സമൂഹം, പത്രമാധ്യമ മീഡിയയിലെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. കാരണം ആദ്യത്തെ കുറച്ച് നേരം ഞങ്ങളും കുടുംബവും വെറും കള്ളന്മാരും തട്ടിപ്പുകാരും ഒരു കൊള്ളക്കാരെ പോലെ ആയിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരിൻ്റെ ഭാഗത്ത് നിന്ന് ജീവിച്ചിട്ട് ഇങ്ങനൊരു സംഭവം വരുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രയാസം നിങ്ങൾക്ക് ഊഹിക്കാം. അത് പെൺമക്കളാണ്, ഒരാൾ ഗർഭിണിയായിട്ടിരിക്കുന്നു. അപ്പോഴൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്നറിയാം. ഇന്ന് തന്നെ ഒരു വീഡിയോ വന്നിരിക്കുന്നു, തട്ടിക്കൊണ്ടുപോകൽ പൊളിഞ്ഞു പോവുകയാണ്. അവർ അങ്ങയുടെ കാറിൽ അവർ കയറുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ചാനലിൽ കാണുകയാണ്. എനിക്ക് തോന്നുന്നത് ആ ഫ്ലാറ്റിലെ CCTV വീഡിയോ ആണിത്. അത് പോലീസിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ഇത് അന്നേ ഇതൊക്കെ വെളിയിൽ വന്നിട്ട് ഇതൊക്കെ അവരുടെ കൈവശമുണ്ട്. ഇതുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. പക്ഷേ ഒരു കാര്യം അപ്പോഴും വിശ്വസിക്കുന്നു, സത്യം തന്നെ ജയിക്കും. പക്ഷെ ആ സത്യം ജയിപ്പിച്ചെടുക്കേണ്ടത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. അപ്പോഴും ഞാൻ ഒരു വലിയൊരു സമാധാനം, അല്ലെങ്കിൽ ഞാനിങ്ങനെ കരുതുകയാണ്, നമ്മൾ വളരെ അനുഗ്രഹീതരാണ്. കാരണം ദൈവാധീനം കൊണ്ട്, ഇതൊരു വലിയ വാക്ക് പറയുകയല്ല, സിനിമാ രംഗത്തും രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കുട്ടികളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്കൊരു തിരിച്ചറിവും കുറച്ച് ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നമുക്കറിയാവും. എന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരു സാധാരണ കുടുംബത്തിലൊരാൾ ഒരു പരാതിയുമായിട്ട് പോയാൽ തെളിയിക്കാൻ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് ഇതിന് അധികാരികളോടൊക്കെ ഒരു വിനീതമായ അഭ്യർത്ഥന വെച്ച് കഴിഞ്ഞാൽ, ഒട്ടും ബയസ്ഡാവരുത്. പണക്കാരനോ പാവപ്പെട്ടവനോ നോക്കരുത്. നീതി നടപ്പാക്കാനാണ് അവിടെ ശമ്പളം പറ്റിയിരിക്കുന്നത്. ഈ ശമ്പളം പോലും ഒരു രാഷ്ട്രീയക്കാരൻ പോലും ശരിക്കും ആരാണ്? ഒരു പബ്ലിക് സർവൻ്റ് എന്നാണ് പറയുന്നത്. അതായത് പൊതുജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വലിയ ജോലിയും തിരക്കൊന്നും ഇല്ലാത്ത ഒരാളെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ നിങ്ങളെ ജോലി ഏൽപ്പിക്കുകയാണ്. പണ്ട് നയനാർ സാറിൻ്റെ ഒരു വളരെ പ്രശസ്തമായ വാക്കുകളുണ്ട്, എടോ അവിടെ നിന്ന് ഓനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നതേ, ഞങ്ങൾ ശമ്പളം തന്ന് ഇരുത്തിയിരിക്കുന്ന കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കണം. വളരെ തമാശ രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ആലോചിക്കേണ്ടത്. അവിടെ ഇരിക്കുമ്പോൾ നീതി കൊടുക്കാനായിട്ട് ചിന്തിച്ചിട്ട് നല്ല മനസ്സോടെ വേണം. എന്ന് വെച്ചാൽ ഞാൻ പോലീസുകാരെ ഒന്നും കുറ്റം പറയുകയില്ല. ചിലപ്പോൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയുടെ സമയം വളരെ, അതായത് ഉറക്കം പോലും കിട്ടാതെ വന്നിട്ട് ചിലപ്പോൾ ഇരിക്കുന്നതായിരിക്കാം. അപ്പോൾ അവർക്ക് പിന്നെ പലതരം പ്രഷറുകളുണ്ടാവാം. പക്ഷേ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ബയാസ്ഡായി പോയി എന്നൊരു ആരോപണമുണ്ടോ? ഇല്ല, ആരോപണമല്ല, നിങ്ങളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കെതിരെ നടപടി വരാത്തത്? കാരണം അവർക്ക് മനസ്സിലാവുന്നു ഇതാണ് കാര്യമെന്ന്. അപ്പോൾ ഇത് നേരത്തെ അന്വേഷിച്ച് ഈ FIR ഇട്ട് ഞങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് പോലെ വരുന്നൊരു പ്രതീതി ഉണ്ടായി. പ്രതീതിയല്ല, FIR അങ്ങനത്തെ വകുപ്പുകളായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതും മറ്റേ കേസ് അന്വേഷിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ ഇതിലോട്ട് ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ചിലപ്പോൾ നിയമവശം നമുക്കറിയില്ല, നമുക്കെതിരെ കൊടുത്ത പരാതി അങ്ങനെയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗ ശ്രമം, പണ അപഹരണം. അപ്പോൾ ഇതൊക്കെ ഒരു 3 പെൺകുട്ടികൾ കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പോലീസിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം അവരാണോ ഈ കുട്ടികളാണോ, അവരുടെ പിന്നിൽ വല്ല രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ടോ നമുക്കറിയത്തില്ല. കാരണം ഒരു മുന്നിലൊരു ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് പല തരത്തിൽ സംഭവിക്കാം. ആർക്കാണ് ഇതിനോട്, കാരണം ഞാനൊക്കെ 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഞങ്ങളങ്ങനെ ഇലക്ഷന് വരുമോ, ഇന്നടത്തങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, തടയണോ, ഇതൊക്കെ പലതരത്തിൽ ചിന്ത വരും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയുന്നില്ല, ആരുമാവാം. കാരണം എല്ലാ പാർട്ടികൾക്കകത്തും പലതരം മത്സരങ്ങൾ നടക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, രാഷ്ട്രീയം എന്ന നിലയ്ക്ക് എന്നെ ടാർഗറ്റ് ചെയ്യാം, പക്ഷേ ഈ കുടുംബത്തിനെ വലിച്ചഴക്കുന്ന എന്തിനാണെന്ന് പിടികിട്ടുന്നില്ല.
പെൺമക്കളാണ്, ഗർഭിണിയായിട്ടിരിക്കുന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ സ്റ്റാഫിനെ സ്നേഹിച്ചവരാ. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത്, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ താല്പര്യമേ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പാർട്ടി പറഞ്ഞിടത്ത് നിന്നതാ. പാർട്ടി പോലും ഇപ്പോൾ ഞാൻ പല ചാനലിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, ഞാൻ ജീവിക്കുന്ന വട്ടിയൂർക്കാവിലാണ് ഞാൻ താമസിക്കുന്നതൊക്കെ, എൻ്റെ പ്രവർത്തന മേഖല അവിടെയാണ്. എനിക്ക് പാർട്ടി അടുത്ത ഇലക്ഷനിൽ പോലും എനിക്ക് വട്ടിയൂർക്കാവ് വേണമെന്ന് പറഞ്ഞ് അവിടെ തരും. പക്ഷേ കഴിഞ്ഞ തവണ നിങ്ങൾ ഓർക്ക് എൻ്റെ അടുത്ത് തിരുവനന്തപുരം സെൻട്രലിൽ പോയി നിൽക്കാൻ പറഞ്ഞു, ഒരു എതിരും പറഞ്ഞില്ല. ഞാൻ അവിടെ പോയി മത്സരിച്ചു, ജയിക്കില്ലെന്ന് ഉറപ്പല്ലേ, എന്നാലും പാർട്ടി പറയുന്നു. തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നു, എനിക്ക് തിരുവനന്തപുരം വേണം എന്ന് പറഞ്ഞാൽ തരും. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു കൊല്ലത്ത് പോകാൻ പറഞ്ഞു. എന്തെങ്കിലും എതിരഭിപ്രായം എൻ്റെ വായിന്ന് വന്നു, ഞാൻ പോയി. അതുകൊണ്ട് പാർട്ടി പറയുന്നത് കേട്ടു പോകുന്നത്. അതുകൊണ്ട് എൻ്റേതായ താല്പര്യങ്ങൾ ഒന്നിനുമില്ല. അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ നേതാവ് മനസ്സിലാക്കുക, എനിക്കിതിൽ യാതൊരു താല്പര്യമുള്ള ഒരാളല്ല, എൻ്റെ കുടുംബത്തിനെ ഒന്ന് വിട്ടേക്കുക. അതുപോലെ ദിയയോടാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ, പ്രത്യേകിച്ചും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവർക്കെതിരെ ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിനാണ് പിന്തുണ കൂടുതൽ. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് പിന്തുണയുമായി കാര്യങ്ങൾ വരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന് തന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ മതിയായ പിന്തുണ ഈ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആരോപണം അതെന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ യൂട്യൂബ് ആയാലും ശരി, ഇൻസ്റ്റഗ്രാം ആയാലും ശരി, വളരെ ആക്റ്റീവ്, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഞാനോ എൻ്റെ ഫാമിലിയോ ആരെവിടെ എന്തൊരു പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് 50-50 ആണ്. ചിലവർ മോശം പറയും, ചിലവർ നല്ലത് പറയും, പക്ഷെ നമ്മളത് യൂസ്ഡ് ആണ് അതിനോട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, മിക്കവാറും ഇനി അവർ ജാതിക്കാർഡൊക്കെ എടുത്തിട്ടു, ഇനിയിപ്പോൾ അത് പലയിടത്തും വർക്ക് ആവുമെന്ന് പോലും എൻ്റെ മനസ്സിൽ കൂടെ പോയി. പക്ഷേ ഇല്ല, കേരളത്തിലുള്ളവർ പഠിപ്പുള്ളവരും ബുദ്ധിയുള്ളവരും ആണെന്ന് എല്ലാ ജനങ്ങൾ തന്നെ അങ്ങ് തെളിയിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, പാർട്ടി, അച്ഛൻ്റെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ മതം ഏതോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ കേരളത്തിലുള്ളവരാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കും. ഈ കാര്യത്തിൽ തെറ്റ് അവരുടെ ഭാഗത്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. നിങ്ങൾ തെളിവ് തന്നു കഴിഞ്ഞു. എല്ലാവരും നമ്മുടെ കൂടെ, ഇപ്പോൾ മീഡിയക്കാരായാലും സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലെ നമ്മുടെ ഫോളോ ചെയ്യുന്നവരായാലും എവ്രിബഡി ഇതൊരൊറ്റ കെട്ടായിട്ട്. ഇപ്പോൾ എൻ്റെ അഗൻസ്റ്റ് യൂട്യൂബ് വീഡിയോസ് ഇടുന്നവരും ഉണ്ടായിരുന്നു, അതിലൂടെ വ്യൂ കിട്ടുന്നവരുണ്ടായിരുന്നു. അവർ പോലും എന്നെക്കുറിച്ച് മോശമായിട്ടിടാൻ മടിച്ചു. അവർ പോലും നല്ലതിൻ്റെ ഒപ്പം നിന്നു, ശരിയുടെ ഒപ്പം നിന്നു. അവരും പറഞ്ഞു ഈ 3 പേർക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അഫ്കോഴ്സ് തുടക്കത്തിലൊരു തളർച്ച നമുക്ക് വന്നു. കാരണം നമ്മൾ കൊടുത്ത കേസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൗണ്ടർ കേസിനാണ് ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പ്രഗ്നൻ്റ് ആയിട്ടുള്ള എനിക്കത് വളരെ വളരെ എന്നെ ബാധിച്ചു. ഞാൻ നല്ല തളർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ നമുക്ക് തെളിവ് വെളിയിൽ കൊണ്ടുവരാൻ സാധിച്ചതും, പ്ലസ് മുഴുവൻ ഒരു കേരളം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫീലിംഗ് വന്നപ്പോൾ, ഓക്കെ ഐ എം നോട്ട് അലോൺ ഇൻ ദിസ് എന്നൊരു ഫീലിംഗ് വന്നപ്പോൾ അത് ഒത്തിരി ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. എന്നെ ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അത് വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ഐ നീഡ് ടു താങ്ക് എവ്രിബഡി, മീഡിയ ആയാലും എൻ്റെ ഫോളോവേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാവരെയും. അതെല്ലാവരും ഓരോരുത്തരുടെ സപ്പോർട്ടും എനിക്ക് വാല്യൂബിൾ ആണ്, ഇപ്പോഴും ഇനി അങ്ങോട്ടും. നിലവിൽ ഈ അന്വേഷണം നല്ല നിലയിൽ തന്നെ പോകുന്നു എന്നാണോ തോന്നുന്നത്? ആണ്, അഫ്കോഴ്സ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഞാൻ ഈ ചിരിച്ചിവിടെ ഇരിക്കുന്നത് തന്നെ. എല്ലാം പോലീസിൻ്റെ കാര്യത്തിലായാലും മീഡിയയുടെ കാര്യത്തിലായാലും എല്ലാവരും കൃത്യമായി സത്യത്തിനോടൊപ്പം തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, അതെൻ്റെ ഫാമിലിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇത്രയും സന്തോഷവും ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ 3 പെൺകുട്ടികൾക്ക് പുറകിൽ മറ്റാരെങ്കിലുമൊക്കെ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആരോപണമുണ്ടോ? പലരും പലതും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ എനിക്ക് തെളിവില്ലാതെ സംസാരിക്കുന്ന അവരാണ്. ഞാൻ തെളിവ് വെച്ചിട്ടേ സംസാരിക്കൂ. തെളിവ് നിങ്ങൾ തന്നെ കൊണ്ടുവരിക, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ക്യാമറാമാൻ അഭിലാഷ് തൊടുവൻകോടിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.